അഴീക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സി കരീം ചേലേരിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, കരീമിക്കയെ തട്ടിക്കൊണ്ടുപോകുന്നോ എന്ന് ചോദിക്കുന്നു. തട്ടിക്കൊണ്ടുപോകുകയല്ല, ഈ കരീമിക്ക നമ്മുടെ അഴീക്കോടിന്റെ സ്വന്തം അല്ലേ, എവിടെ തട്ടിക്കൊണ്ടുപോകാൻ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ചൂട് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നല്ല ചൂടാണ്. പക്ഷേ ചൂടിനെ കരുതിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ ചൂടിലും കടുത്ത വെയിലിലും ഒറ്റക്കെട്ടായി UDF-ന്റെ പ്രവർത്തകന്മാർ കർമ്മനിരതരാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴേ ഒരു UDF-നൊരു ഇരട്ടി ആത്മവിശ്വാസമുണ്ട്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോഴൊരു ആവേശം, ഒരു കോൺഫിഡൻസും ഒക്കെ കണ്ടു. ഇനിയിപ്പോ ഒരു 12 ദിവസമേ മുൻപിലുള്ളൂ. മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു പൾസ് തിരിച്ചറിയുമ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടുന്നുണ്ട്. തീർച്ചയായും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലിരിക്കുന്നു. അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നിയോജക മണ്ഡലത്തിലെ കേരളത്തിലെ പൊതുവിലുള്ള ജനങ്ങൾ. അതുകൊണ്ട് ഈ ഭരണം മാറണം എന്നുള്ള ഒരു പൊതുവികാരം അവരുടെ മനസ്സുകളിലുണ്ട്. അതുകൊണ്ട് UDF-ന്റെ പ്രവർത്തകന്മാരെന്ന നിലയിൽ ഞങ്ങൾ അവരെ സമീപിക്കുമ്പോൾ അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി ഞങ്ങളെ കേൾക്കാനും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു KV സുമേഷാണ് അവിടെ മത്സരിക്കുന്നത് അങ്ങേക്കെതിരെ. അപ്പൊ KV സുമേഷ് വളരെ ജനസമ്മതനാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വിധിയെഴുത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ KV സുമേഷിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തുറപ്പുകുലാനുണ്ടാവുമല്ലോ. തീർച്ചയായും. എന്താണത്? ഞങ്ങൾ നൽകുന്ന ഒരു മെസ്സേജും ഒരു അഷ്വറൻസും ഉണ്ട്. 1800 ദിന കർമ്മ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിൽ ഞങ്ങൾ നൽകുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ദിനവും പാഴാക്കില്ല. ഞങ്ങൾ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വോട്ടും പാഴാക്കരുത്. ഒരു ദിനവും പാഴാക്കില്ല, ഒരു വോട്ടും പാഴാക്കരുത്. എന്തുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, അഴീക്കോട്ടെ MLA 5000 ചില്ലാനം കോടി രൂപയുടെ പദ്ധതികൾ ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നുള്ള പൊള്ളയായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ഇതിനകം സന്ദർശനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്രമാത്രം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ. അതിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് ഏറ്റവും ചുരുങ്ങിയത് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള അഴീക്കലിൽ ഒരു ബസ് സ്റ്റാൻഡ് നവീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ശുചിമുറി പോലും അടിസ്ഥാന സൗകര്യമില്ലാതെ കിടക്കുകയാണ്. കാണാം, ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് സംബന്ധിച്ചിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. നിങ്ങളിപ്പോ പോയിക്കോളൂ. നേരിട്ട് ഒരു അഴീക്കോട് മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ച് KV സുമേഷിനെ വെല്ലുവിളിക്കുകയാണ് താങ്കൾ? തീർച്ചയായും. കഴിഞ്ഞ 10 വർഷം, അതായത് ഈ പറയപ്പെട്ടിട്ടുള്ള ഇടത് MLA ഉണ്ടായിരുന്നതിന് മുമ്പുള്ള 10 വർഷം, നമ്മളിപ്പോ പോകുന്ന റോഡ് നോക്കുകള് എത്ര സുന്ദരമായ റോഡാണ്. ഈ റോഡ് നിർമ്മിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ? അല്ല. ഇത് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ സുപ്രധാനമായിട്ടുള്ള റോഡുകളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന അതേ അവസ്ഥയിൽ വന്നത് KM ഷാജി നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന സമയത്താണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്, UDF-ന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അതിന്റെ തുടർച്ചയായിട്ട് KM ഷാജി 5 വർഷം വീണ്ടും MLA ആയിരുന്നു. അപ്പൊ 10 വർഷം ഈ നിയോജക മണ്ഡലത്തിൽ KM ഷാജി MLA ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഞാൻ പറയാം. അഴീക്കൽ, ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു 15 വർഷക്കാലം. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട കൈത്തറി ഗ്രാമങ്ങൾ ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു. ഒന്ന് ബാലരാമപുരത്തും ഒന്ന് അഴീക്കോടും. ബാലരാമപുരത്ത് എത്ര സുന്ദരമായിട്ട് ആ പ്രൊജക്ട് നടന്നില്ല. നിങ്ങൾ അവിടെ പോയി നോക്കൂ. കൈത്തറി ഗ്രാമത്തിന്റെ 1100 ദിന കർമ്മ പദ്ധതികളിൽ ഒന്ന് ഈ പറയുന്ന കൈത്തറി പുനരുജ്ജീവിപ്പിക്കലാണ്. തീർച്ചയായും. ഓക്കെ. അപ്പോ 1100 കർമ്മദിന പദ്ധതികളുമായിട്ടാണ് കരീം ചേലേരി അഴീക്കോട്ടേക്ക് വോട്ടർമാരുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കും. ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്താ? ഞാൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായ ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി
CH സെന്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? അറിയാം. കേരളത്തിലുടനീളം പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ സ്ഥാപക കാലയളവ് മുതൽ അതിന്റെ ജനറൽ സെക്രട്ടറി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം, ഒരു ദിവസം ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയായിട്ട് CH സെന്ററിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ വിജയിച്ചു വരിക. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു കരീം ചേലേരി. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് യാത്ര തുടരുകയാണ്.